2007 ആണ്. നമുക്ക് 80 രൂപ കൊടുക്കാം. 80 രൂപയ്ക്ക് വെള്ളയും കൊടുക്കാം, 85,000 രൂപയ്ക്ക് ബ്ലാക്കും കൊടുക്കാം. 2007 എംബാണ്, 2005 അങ്ങനെ ഉണ്ടല്ലേ? മാറ്റമാണ്. ചോദിക്കുന്ന വില 2,50,000 ആണ്. 2.5 ലക്ഷം രൂപയ്ക്ക് സ്കോഡ റാപ്പിഡ് കൊടുക്കും. എത്ര മോളാണ്? 2013 മോഡൽ. 13 മോള് കൊടുക്കാം, കുറച്ചും കൊടുക്കാം. ചോദിക്കുന്ന വില 1,30,000 ആണ്. 1.30. അതിന് കുറച്ച് കൊടുക്കും. ഇതിലൊക്കെ കൊടുക്കാം നമുക്ക്. 2,10,000. 2.10. അത് കുറച്ചും കൊടുക്കും. കുറച്ച് കൊടുക്കാം. 1.5 ഫിനാൻസും കൊടുക്കാം. 2,10,000 നമുക്ക് ഇറക്കി കൊടുക്കാം. ഇറക്കാം. വെറും 50,000 മുടക്കിൽ വാഗണർ ഇറക്കാം. ഒരു 1.40 ചോദിക്കുന്നുണ്ട്, ഇതിൽ കുറച്ച് കൊടുക്കാം. എത്ര? 1.40 ചോദിക്കുന്നുണ്ട്, ഇതിൽ കുറച്ച് കൊടുക്കാം. 1,40,000 രൂപയ്ക്ക് കൊടുക്കും. അതിന് വേണമെങ്കിൽ കുറച്ചും കൊടുക്കും. ഒരു 1 ലക്ഷം ലോണും കൊടുക്കാം. ചോദിക്കുന്നത് 1,20,000 ആണ്. 1,20,000 രൂപയ്ക്ക് ബീറ്റാണ് കൊടുക്കുക. 2013-14 സിംഗിൾ ആർസ് ഉണ്ട് കേട്ടോ. പെട്രോളിന് കൊടുക്കാമല്ലോ അല്ലേ? അപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു 1-2 മാസത്തിന് ശേഷം വീണ്ടും കൊണ്ടോട്ടി തറയിട്ടാനുള്ള കാസ്കാസിലെ വീണ്ടും എത്തിക്കുന്നുണ്ട്. അന്ന് ചെയ്ത വണ്ടികളൊക്കെ മാറി പുതിയ സ്റ്റോക്ക് ഏകദേശം ഒരു 10-40ഓളം വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയിക്കണോ. ചെറുവണ്ടി ഷോപ്പാണ് മെയിൻ ആയിട്ട് എന്റെ ഫുൾ ഓണില് ബെൻസുകള് BM ഒക്കെ ഫുൾ ഓൺ കൊടുക്കും. നമ്മളെ കൂടുതലായതിന്റെ മെയിൻ ഓട്ടക്കാരൻ ലൊക്കേഷൻ പറഞ്ഞല്ലേ? ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് അടുത്ത് തറയിട്ടാണ് സ്ഥലത്ത് കേട്ടോ. ഒരു കുന്നും പ്രദേശത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. നമ്മുടെ നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ടാല് 2 ലിങ്ക് വരും. ഒരു ഫസ്റ്റ് ലിങ്കിൽ നമ്മൾ മൊത്തം വണ്ടിന്റെ കാറ്റലോഗ് കിട്ടും. ഇവിടുത്തെ എല്ലാ വണ്ടിയും കിലോമീറ്റർ, ഓണർഷിപ്പ്, ലോൺ ഡീറ്റെയിൽസ്, ഫോട്ടോ, റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം കിട്ടും. രണ്ടാമത്തെ ലിങ്ക് വരെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അങ്ങനെയാണ് കിട്ടുന്നുണ്ടല്ലേ? എത്ര മുതൽ വണ്ടി തുടങ്ങുന്നുണ്ട്? സ്റ്റാർട്ടിംഗ് ലോ ബഡ്ജറ്റ് കുറെ ഒരുപാട് വണ്ടികളുണ്ട്. എല്ലാ തരത്തിലുള്ള സ്റ്റോക്ക് ഉണ്ട്. എല്ലാ കമ്പനിന്റെ വണ്ടി ഉണ്ട്. 60,000 മുതലൊക്കെ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 40,000 ഉണ്ട്. പിന്നെ ടാറ്റന്റെ സഫാരാണ് 2,70,000 മുതൽ സ്റ്റാർട്ടിംഗ് വരെ ഉണ്ട്. പിന്നെ പോളോള് ഫുള്ളോണ്, പോളോ GT ഫുള്ളോണ് കൊടുക്കുക അല്ലെ? ക്രിസ്റ്റലാണ് ഫുള്ളോണ് കൊടുക്കുക ഉണ്ടല്ലേ? ആവശ്യക്കാർ വിളിച്ചോട്ടില്ലേ? 2-3 പാർട്ടായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യും അല്ലെ? മേജർ ആക്സിഡന്റും ഫ്ലഡിനും ഗ്യാരണ്ടി ആണ്. നിങ്ങൾ കാരണം മെക്കാനിക്കിനെ കൊണ്ടുവന്ന് മാക്സിമം നോക്കി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിട്ട് മാത്രം വണ്ടി എടുക്കുക. അത് നമ്മൾ പറഞ്ഞ ഗ്യാരണ്ടി അല്ലേ? നിങ്ങൾ വരുമ്പോ എന്തായാലും മെക്കാനിക് കൊണ്ട് വരുന്ന ചെക്ക് ചെയ്ത് ആൾക്കാരെ വർക്ക്ഷോപ്പ് കൊണ്ടുള്ള ഉണ്ടാക്കി കൊടുക്കും. സെറ്റപ്പ് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ പൊട്ടുപൊളി വണ്ടി എന്തായാലും ഉണ്ടാവില്ല, വള്ളം കറി വണ്ടി ഉണ്ടാവില്ല. അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കും. കൊടുക്കാമല്ലേ? വീഡിയോ കണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞത്. നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യത്തെ വണ്ടി അല്ല അടിപൊളി അൾട്ടോ 800 800 KL 18 ആണല്ലേ? 1181. എങ്ങനെ മോഡൽ വരുന്നത്? 2014-15 വണ്ടിയാണ്. 14 മോഡല് 15 രജിസ്ട്രേഷൻ 2030 വരെ പേപ്പർ സ്വിറ്റ് ആണ്. ഇപ്പൊ എല്ലാം ക്ലിയർ ആണല്ലോ അല്ലേ? LX വരുന്നത് വരുന്നുണ്ട്. 2 ഡോർ വിൻഡോ ഉണ്ടാവില്ലേ? വിൻഡോ ഇല്ല. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 88,000 കിലോമീറ്റർ കേട്ടോ. ഓടിയുണ്ട്. 3ാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത് അല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ടോ? ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാറിക്കണോ? നമുക്ക് ഒരു ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫുൾ ലോണിൽ കൊടുക്കും. മഴക്കാലത്ത് മഴയുള്ള പോകാൻ പറ്റിയ വണ്ടിയില്ലേ? 1,85,000 ചോദിക്കുന്നത്. അത് ആസ്കിംഗ് പ്രൈസ് ആണ്. നെഗോഷ്യബിൾ ആണ്. കുറച്ചേ കൊടുക്കും. 2 lakh വരെ ഫിനാൻഷ്യൽ ചാൻസ് മാക്സിമം കയറും. 1,85,000 13 മോളില് അൾട്ടോണർ കൊടുക്കുക. മാക്സിമം ഫുൾ ലോൺ. ചെറിയ റീപ്ലേസ് ഉണ്ടായോണ്ടാണ്. 220 ആ വ്യത്യാസം ഉണ്ടല്ലേ? ഒരു 10 മിനിറ്റ് എന്തായാലും മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. അടുത്ത വണ്ടി ബ്ലാക്ക് കളേഷൻ സാൻഡ്രോ അല്ലേ? ഫുൾ ബ്ലാക്കില് നല്ല വൃത്തിയിലെ 2005 മോഡല് 2026 വരെ പേപ്പർ ഉണ്ട്. അലവിലൊക്കെ ചെയ്തോണ്ടല്ലേ? കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? കിലോമീറ്റർ 1,34,000 ഓടിയിട്ടുണ്ട്. 4th ഓണർഷിപ്പ് ആണ് നിലവിലുള്ള അല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ട് വണ്ടിക്ക്? മേജർ ഒന്നുമില്ല കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കുക. കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓടിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല. എല്ലാം കൊണ്ട് ഉഷാറെന്ന് പറഞ്ഞു കൊടുക്കാല്ലേ? ചെറിയ ഫാമിലിക്ക് നല്ല അടിപൊളി സാൻഡ്രോ കൊടുക്കാം. 2005 85 ആണ്. അതേപോലെ അപ്പുറത്തെ വണ്ടി എടുക്കുന്നുണ്ട്. 2007 ആണ്. നമുക്ക് 80 രൂപ കൊടുക്കാം. 80 രൂപയ്ക്ക് വെള്ളയും കൊടുക്കാം. 85,000 രൂപയ്ക്ക് ബ്ലാക്കും കൊടുക്കാം. 2007 എംബാണ്. 2005 85. അങ്ങനെ ഉണ്ടല്ലേ? മാറ്റം ചൊറുക്കൊണ്ടാണ് വ്യത്യാസം വരുന്നില്ലേ? റെഡി പൈസ ഇറക്കാം. 10-15 മൈലേജ് കിട്ടുമോ? 14-15 കിലോമീറ്റർ എന്തായാലും കിട്ടും. എന്നാ അതേമാതിരി വീണ്ടും സാൻഡ്രോ. എത്ര മോഡൽ? 2007 മോഡലാണ്. 7 മോഡല്. 27 പേപ്പർ ഉണ്ടോ? പേപ്പർ നിലവിൽ ഫുള്ള് ക്ലിയർ ആണ്. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1 മേലുണ്ടോ? 1,26 ഓടിയിട്ടുണ്ടോ? 1,26 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നിലവിലുള്ളല്ലേ? റീപ്ലേസ് കാര്യങ്ങൾ എന്തേലും മേജർ ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ലല്ലേ? ചെറിയ വിലക്ക് 80 രൂപ ചോദിക്കുന്നുണ്ട്. 80,000 ചോദിക്കുന്നുണ്ട്. അത് കുറച്ച് കൊടുക്കും. റെഡി പൈസ വണ്ടി ഇറക്കാല്ലേ?
വേറെ മെക്കാനിക് ഇഞ്ചിനൊക്കെ ഉഷാറല്ലേ? ഉഷാറാണ്. എല്ലാം ഉഷാറാണല്ലേ? മഴക്കാലത്ത് എല്ലാം അടിപൊളിയായിട്ട് പോകാം. 5 ഫാമിലിക്ക് പോകാമല്ലേ? പെട്രോൾ മാത്രം മൈലേജ് കിട്ടും? അതിനൊരു 15 കിലോമീറ്റർ വണ്ടി കേട്ടോ. മൈലേജ് എന്തായാലും കിട്ടും, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാം. അടുത്ത വണ്ടി വെള്ള കളർ വാഗണർ അല്ലേ? അത് 2012 മോഡൽ വണ്ടിയാണ്. 12 ഇത് ഓപ്ഷൻ ഏതുണ്ട്? LXi. LXi ല്ലേ? എത്ര ഓടിക്കുന്നുണ്ട്? 73,000 കിലോമീറ്റർ ആണ് എടുക്കുന്നത്. നിലവിൽ ഓടിക്കുന്നുണ്ട്. സെക്കൻഡ് ഓൺഷിപ്പ് പറഞ്ഞേ? സെക്കൻഡ്. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഗ്ലാസ് ഉണ്ട്, നമ്മളെ മാറ്റിട്ടതാണ്. മെയിൻ ഗ്ലാസ് നിങ്ങളെ പറയാണല്ലേ? പഴയ ഗ്ലാസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഉണ്ട്, അത് കാണിച്ചും കൊടുക്കും. വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? മേജറൊന്നുമില്ല. പുതിയ ഇൻഷുറൻസ് കൊടുത്തു കേട്ടോ. പുതിയ ഇൻഷുറൻസ് എടുപ്പാട്ടും എടുത്തു കൊടുക്കും. ഇത് ഓട്ടത്തിന് ഓടിക്കണോ? ഓട്ടം 73,000 കിലോമീറ്റർ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണത്? ആസ്കിംഗ് പ്രൈസ് 2,20,000 ആണ്. 2,20,000 ആസ്കിംഗ് ആണ്. എന്തെങ്കിലും നെഗോഷ്യബിൾ കൊടുക്കട്ടോ. അതിൽ പിന്നെ കുറച്ച് കൊടുക്കൂലേ? ലോൺ എത്ര കയറുന്നാല്? ലോൺ നമുക്ക് 1.5 to 2 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. മാക്സിമം കയറും. ഒരു 10,20,000 30,000 മുടക്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. പ്രൊഫൈൽ ഉഷാറായ മാക്സിമം ലോൺ ആണല്ലോ അല്ലേ? ഒരു 10-18 മൈലേജ് കിട്ടുമോ? മൈലേജ് ഉണ്ടാവുമല്ലോ അല്ലേ? അടുത്ത അതേമാതിരി ബ്ലൂ കളർ ആണല്ലോ അല്ലേ? ബ്ലൂ അല്ല, ഗ്രേ കളർ അല്ലേ? ഗ്രേ കളർ. എങ്ങനെ മോഡൽ? 11 മോഡല് LXi ആണ്. 11 LXi ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 60,000 ഓടിയിട്ടുണ്ട്. 69,000. 69,000 കിലോമീറ്റർ ഇപ്പൊ നിലവിൽ ഓടിക്കണു. ടയർ കാര്യങ്ങളൊക്കെ ഫുൾ ഉണ്ടല്ലോ അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡോ? ഓണർഷിപ്പ് ഇത് 5th ആണ് നിലവിലുള്ളല്ലേ? പിന്നെ ഓണർഷിപ്പ് വണ്ടിയൊക്കെ കൂടുതലാണ് കാലം. ഒന്നതിലെ വേറെ റീപ്ലേസ് ഉണ്ടോ? മേജർ ഒന്നുമില്ല കേട്ടോ. ഒരു പരിപാടിയില്ല. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണെന്നാല്? ഇതിന് 2,10,000. 2,10,000? അത് കുറച്ചാണ് കൊടുക്കും. കുറച്ച് കൊടുക്കാം. 1.5 ഫിനാൻസും കൊടുക്കട്ടോ. 2,10,000 ഇറക്കി കൊടുക്കാം. ഇറക്കാം. വെറും 50,000 മുടക്കില് വാഗണർ ഇറക്കാം. അതും 11 മോഡലല്ലേ? അതും ഗ്യാരണ്ടിയില്. വേറെ പണിയാരൊന്നും ഇഞ്ചിനും മക്കാനൊക്കെ ഉഷാറല്ലേ? നിങ്ങൾ നോക്കി ചെക്ക് ചെയ്തിട്ട് ചെക്ക് തീർത്താൽ മതി. അത് നമ്മള് പറഞ്ഞല്ലേ. അടുത്തത് വീണ്ടും വാഗണർ ആണ്, വെള്ള കളർ. 2012 മോഡല് 13 രജിസ്ട്രേഷൻ വണ്ടിയാണ്. രജിസ്ട്രേഷൻ ഉണ്ട്. 28 വരെ പേപ്പേഴ്സ് ഉണ്ടാവും. നിലവിലിപ്പോ ഒക്കെ ക്ലിയർ ആണ്. LXi LXi KL10 വണ്ടി. മലപ്പുറം വണ്ടിനാണ് അല്ലേ? എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് 5th ആണ് തോന്നുന്നുണ്ട് കേട്ടോ. നിലവിലുള്ളല്ലേ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയുള്ള അടിപൊളി ഉണ്ടല്ലേ? മെക്കാനിക്കലും ഫിറ്റ് ആണ് കേട്ടോ. മെക്കാനിക്കൽ ഉഷാറാണല്ലേ? ഇഞ്ചിന് മെക്കാനിക് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞാൽ കൊടുക്കൂലേ? പിന്നെ ഒരു വന്ന് ചെക്ക് ചെയ്തെടുക്കും ചെയ്യാലല്ലേ? എത്ര ഈ വണ്ടിക്ക് ചോദിക്കണതാല്? 2,30 ചോദിക്കണേ. ഇതിന് 2 റുപ്യ ലോൺ കിട്ടും. ഒരു 30 റുപ്യ നമുക്ക് ഇറക്കി കൊടുക്കാം. 20 റുപ്യ നമുക്ക് ഇറക്കി കൊടുക്കാം. ഇറക്കാം. 2,30,000 2 ലക്ഷം ലോണ് 30,000 മുടക്കിൽ നമുക്ക് വാഗണർ വെക്കാം. അതും ഗ്യാരണ്ടി ഉണ്ടല്ലേ? കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഇല്ല. നമ്മൾ ചെക്ക് ചെയ്തില്ലേ? എന്നൊക്കെ ചെക്ക് ചെയ്തെടുക്കാറല്ലേ? 10 വേണ്ട എന്തായാലും മൈലേജ് കിട്ടും. അടുത്ത വണ്ടി ഡാക്സന്റെ ഗോ പ്ലസ് അല്ലേ? 7 സീറ്റ് വണ്ടിയില്ലേ? അതെ. എങ്ങനെ മോഡലുണ്ട്? ഇത് 2015 മോഡൽ. 15 മോഡലുണ്ട്. 2030 വരെ പേപ്പർ ഉണ്ടാവും. ഫുൾ ഓണുള്ള വണ്ടിയാണ് കേട്ടോ. ഫുൾ ഓണാണ്. പൈസ മുടക്കാതെ കൊണ്ടാൻ പറ്റിയ വണ്ടി അല്ലേ? അതെ. എത്ര ഓടിക്കണെന്നാല്? ഇത് 1,42 ഓടിക്കണ്ട്. ഇതിന് ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി സർവീസ് എടുത്ത് നോക്കിയാൽ കറക്റ്റ് കിട്ടും. നമ്മള് ചെക്ക് ചെയ്തിട്ടില്ല അല്ലേ? ചെക്ക് ചെയ്തിട്ടില്ല. മുമ്പിൽ 3 പോകാലോ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. നിലവിലുള്ള അല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ? അതും ഫുള്ള് ഗ്യാരണ്ടി വാറന്റിയിൽ കൊടുക്കാം. നല്ല വണ്ടി അല്ലേ? അതെ. പിന്നെ ആൾക്കാരൊന്ന് ചെക്ക് ചെയ്തെടുക്കും ചെയ്യാം. കാരണം മെക്കാനിക് ആലോചിച്ച് ചെക്ക് ചെയ്ത് നോക്കി എടുത്താൽ മതി. ചെറിയ ഫാമിലിക്ക് ചെറിയ വിലക്കാൻ കൊടുക്കും. എത്ര ചോദിക്കണ്ടേ? അതിന് ചോദിക്കണം 1,90 കേട്ടോ. ചോദിക്കേണ്ടതാണ്. ഫുൾ ഓൺ ആണ്. ഫുൾ ഓൺ ആണ്. ഒരു കൊടുക്കും വേണ്ട. വേണ്ട. ഇഞ്ചിന് മെക്കാനിക് ഉഷാറാണല്ലോ അല്ലേ? 10 വേണ്ട എന്തായാലും പെട്രോൾ മൈലേജ് കിട്ടൂലേ? 22 പറയേണ്ട ഒരു 17 മൈലേജ് കിട്ടും. പെട്രോൾ മൈലേജും കിട്ടും. എന്നാ അടുത്ത വണ്ടി ഹുണ്ടായിന്റെ i10 അല്ലേ? 2011 മോഡലാണ്. 11 മോഡല്. ഇത് ഓപ്ഷൻ ഏതാ? മേഘന. കിലോമീറ്റർ 79,000 ഓടിക്കണ്ടല്ലേ? ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് 4th ആണ് വരുന്നത്. നിലവില്. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. നമുക്ക് പുതിയ ഇൻഷുറൻസ് കൊടുത്തു കേട്ടോ. തേർഡ് പാർട്ടി ഇൻഷുറൻസ് വണ്ടികൾ കൊടുത്തു. ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. പേപ്പർ ഉണ്ടാവും. 26 മാസം വരെ പേപ്പർ ഉണ്ട്. നിലവില് പേപ്പർ ഉണ്ടല്ലേ? റീപ്ലേസ് ഒന്നും നല്ല വണ്ടി അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? ചെറിയൊരു ക്യൂട്ടായിട്ട് വണ്ടി. ഇത് നമുക്കൊരു 1,40 ചോദിക്കുന്നുണ്ട്. ഇതിന് കുറച്ച് കൊടുക്കാം. എത്ര? 1,40 ചോദിക്കുന്നുണ്ട്. ഇതിന് കുറച്ച് കൊടുക്കാം. 1,40,000 കൊടുക്കും. അതിന് വേണ്ടി കുറച്ചും കൊടുക്കാം. ഒരു 1 lakh ലോണും കൊടുക്കാം. 1 lakh ലോൺ കയറും. ലോൺ കൊടുക്കാം. വെറും 40,000 മുടക്കില് i10 കൊടുക്കാം അല്ലേ? പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. പെട്രോൾ ആകുമ്പോൾ 14 കിലോമീറ്റർ മൈലേജ് കിട്ടും.
14-15 ഉള്ളില് ഇതിന്റെ ഓട്ടോമാറ്റിക് നമ്മൾ എടുത്തിട്ടുണ്ട് വണ്ടി. ഓട്ടോമാറ്റിക് ഉണ്ട്, അത് കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വരാണ്ടാവൂലേ? പുറത്തുണ്ട് പോളിഷിംഗിലേക്ക് എടുത്താണ്. ഓക്കെ. അടുത്ത വണ്ടി ഫിയറ്റിന്റെ പൂണ്ടോ? ഫിയറ്റിന്റെ 2011 മോഡൽ വണ്ടിയാണ്. 11 മെക്കാനിക്കൽ ഫിറ്റുള്ള വണ്ടിയാണ്. 111 നമ്പർ ഉണ്ടല്ലോ അല്ലേ? നമ്പറൊക്കെ ഉള്ള വണ്ടിയാണ്. അയ്യോ, ഒരു വെറൈറ്റി കളർ അല്ലേ? ചുവപ്പും അല്ല, എന്നാ മുന്തിരി കളർ അല്ലേനു. ഇത് എത്ര ഓടിക്കണമെന്നല്ലേ? ഇത് ഓട്ടം 76 കിലോമീറ്റർ. 76? അതെ. 2026 മാർച്ച് വരെ മേയർ പേപ്പറൊക്കെ ഉണ്ട് കേട്ടോ. പേപ്പർ നിലവിലുണ്ടല്ലോ അല്ലേ? ഓണർഷിപ്പ് എത്രയാണല്ലേ? ഓണർഷിപ്പ് ഇത് 4th വരുന്ന കേട്ടോ. 4th നിലവിലുള്ളത്. അതെ. സീറ്റുകളൊക്കെ ചെയ്യാണ്ടല്ലേ? കമ്പനി സീറ്റ് കയറാണ്. കമ്പനിയാണ്. ടയർ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടല്ലോ അല്ലേ? മെക്കാനിക്കൽ നല്ല ഫിറ്റ് ആയിട്ടുണ്ട്. എല്ലാം ഉഷാറാണ്. പിന്നെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? AC കാര്യങ്ങളിലും വർക്കിംഗ് ആണ്. ചോദിക്കുന്ന വില 1,30,000 ആണ്. 1,30,000. അതിന് കുറച്ച് കൊടുക്കും. ഇതിലൊക്കെ കൊടുക്കാം നമുക്ക്. ലോണ് കാര്യങ്ങളൊക്കെ ലോൺ കിട്ടില്ല, ഫിയറ്റ് അല്ലേ? ലോൺ റെഡി പൈസ ഇറക്കാല്ലേ? ഇതിപ്പോ ഡീസൽ പെട്രോളാ? ഡീസലാണ്. സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിൻ തന്നെ വണ്ടിയാണ്. 10 എന്തായാലും മൈലേജ്. അടുത്ത വണ്ടി മൈക്രോ അല്ലേ? മൈക്രോ ഫുൾ ഓണുള്ള വണ്ടിയാണ്. ഫുൾ ഓണില് മൈക്രോ കൊടുക്കും. ഏതാണ് മോഡലുണ്ട്? 2015 മോഡലാണ്. 15 മോഡല് നിസാൻ മൈക്രോ അല്ലേ? മൈക്രോ എക്സൽ കേട്ടോ. എക്സൽ ആണ് ഓപ്ഷൻ വരുന്നത്. എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,19,000. 1,19,000. മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. രജിസ്റ്റേർഡ് ആണത്. റീവണ്ടി ആണല്ലേ? റീവണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്ന വില വെറും 2,50,000 ആണ്. 2.5 ലക്ഷം. 2.5 ലക്ഷം. അതിലെന്തെങ്കിലും കുറച്ചും കൊടുക്കാം? 2.5 ലോണും കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കും ചെയ്യാലേ? പൈസ മുടക്കാതെ ഈ മഴക്കാലത്ത് അടിപൊളിയായിട്ട് പോകാല്ലേ? ഡീസൽ 20+ മൈലേജ് ഇട്ടുണ്ട് കേട്ടോ. ഡീസൽ എന്തായാലും മൈലേജ് കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. അത് നമ്മൾ പറഞ്ഞ ഗ്യാരണ്ടിയിലെ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ ലോണിൽ വണ്ടി ഇറക്കാം അല്ലേ? ഫുൾ ലോണിൽ വണ്ടി ഇറക്കാം. ആൾക്കാരിലെ ഡെലിവറി ചെയ്തെടുക്കൂലേ? വണ്ടി ഒന്ന് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ അവിടെ ചെയ്തെടുക്കാം അല്ലേ? എന്നാലും 20 വരെ മൈലേജും കിട്ടും. മൈലേജ് എന്തായാലും ഉണ്ട്. ഡീസലാണ്. ഓക്കെ. അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ ബീറ്റ് ആണ്. ബീറ്റ് 2013-14 മോഡല് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. LS പെട്രോൾ. പെട്രോളിന്റെ പെട്രോൾ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ. ഡീസലിന് മാതിരി കംപ്ലൈന്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എണ്ണ അടിച്ച് ഓടിയാൽ മാത്രം മതി. എത്ര ഓടിക്കണമെന്ന് അറിയാം? അതിന്റെ മീറ്റർ കംപ്ലൈന്റ് ആണ്, കാണുന്നില്ല. മീറ്റർ കംപ്ലൈന്റ് ആണ്, അതുകൊണ്ട് കൃത്യം പറയാൻ പറ്റില്ല. ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? വൃത്തിയുള്ള വണ്ടിയാണ്. ഇഞ്ചിന് വെക്കാനൊക്കെ അത് ഉഷാറാണ്. പുതിയ ഇൻഷുറൻസ് കൊടുത്തു കേട്ടോ. തേർഡ് പാർട്ടി ഇൻഷുറൻസ് കൊടുക്കും ചെയ്യുമല്ലോ? പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചോദിക്കുന്നത് 1,20,000 ആണ്. 1,20,000 ബീറ്റാണ് കൊടുക്കുക. 2013-14 സിംഗിൾ RC വണ്ടി കേട്ടോ. പെട്രോളിനാണ് കൊടുക്കാമല്ലോ അല്ലേ? അത് വേണമെങ്കിൽ കുറച്ചും കൊടുക്കാമല്ലോ അല്ലേ? കൊടുക്കാം. ലോണ് കാര്യങ്ങൾ കിട്ടത്തില്ല. റെഡി പൈസ കൊണ്ടിറക്കാം. മൈലേജ് 15-നുള്ളില് എന്തായാലും കിട്ടും. അടുത്ത വണ്ടി സ്കോഡ അല്ലേ? സ്കോഡ. കിടിലൻ സ്കോഡ ബ്ലാക്ക് എഡിഷൻ വണ്ടി. ഇത് റാപ്പിഡ്. സ്കോഡ റാപ്പിഡ്. എങ്ങനെ മോഡലുണ്ട്? 2013 മോഡൽ. 13 മോഡൽ സ്കോഡ റാപ്പിഡ് ആണല്ലേ? 2211. ഫാൻസി നമ്പറുണ്ട്. നല്ല അടിപൊളി അലവിൽ ചെയ്തോ. എല്ലാം കൂടെ ഉഷാറല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഏറ്റവും ഫുള്ളോടാ. കിലോമീറ്റർ വരാളൊക്കെ? കിലോമീറ്റർ 1,20,000. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് കേട്ടോ. മൂന്നാമത്തെ ഓണർഷിപ്പ് അല്ലേ? നല്ല അടിപൊളി ലെതറിന്റെ കവറ് കാര്യങ്ങളൊക്കെ ഉള്ള ഉഷാർ വണ്ടി അല്ലേ? റീപ്ലേസ് ഉണ്ടെന്നാല് ഒന്നുമില്ല കേട്ടോ. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കാല്ലേ? എന്നാ ഈ വണ്ടിക്ക് നമ്മൾ എത്ര ചോദിക്കണമെങ്കിൽ? ഇതിന് ചോദിക്കണ വില 2,50,000 ആണ്. 2.5 ലക്ഷം റുപ്യക്ക് സ്കോഡ റാപ്പിഡ് കൊടുക്കും. എത്ര മോഡൽ പറഞ്ഞത്? 2013 മോഡൽ. 13 മോഡൽ കൊടുക്കാം. കുറച്ചും കൊടുക്കാം. ലോൺ കയറും. 1.5 ലോൺ കൊടുക്കാം. ലോൺ കയറും. 1 ലക്ഷം മുടക്കില് നല്ല അടിപൊളി റാപ്പിഡ് കൊടുക്കാം. നല്ല പ്രൊഫൈലാണ്. 2 ലക്ഷം വരെ ലോൺ കിട്ടാൻ ചാൻസ് മാക്സിമം കയറും. പ്രൊഫൈൽ ഉഷാറാണ്. പിന്നെ കയറിക്കൊണ്ടേ ഇരിക്കും. ഐറ്റ കിടക്കണൊക്കെ ഫുൾ ഓൺ തന്നെ അല്ലേ? ഇത് എത്ര മൈലേജ് ഉണ്ട് ഡീസൽ ആകുമ്പോ? ഇതിനൊരു 18 മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും. ഒരു നോർമല് സ്വിഫ്റ്റിന്റെ ആ മൈലേജ് കിട്ടും ചെയ്യും. ലക്ഷറി ലുക്കിൽ ഇങ്ങനെ പോകാം സടാ വണ്ടിയിൽ. അടുത്ത വണ്ടി അല്ല അടിപൊളി അൾട്ടോ കേട്ടൻ അലവിലൊക്കെ അടിപൊളിയൊക്കെ ചെയ്ത വണ്ടിയിലെ. എങ്ങനെ മോഡലുണ്ട്? 2011 VXi വണ്ടി. 11 മോഡലുണ്ട്. VXi ആണല്ലേ? ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.34 ഓടിയിട്ടുണ്ട്. 1.34. ഓണർഷിപ്പ് എത്ര? മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ്. 2026 വരെ പേപ്പർ ഉണ്ട് കേട്ടോ. 26 പേപ്പർ ഉണ്ട്. മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ലല്ലേ? AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, അലവിലൊക്കെ ഒക്കെയുള്ള വണ്ടി. എടുക്കുന്നവർക്ക് ഇങ്ങനെ എണ്ണ അടിച്ച് മഴക്കാലത്ത് അടിപൊളിയായിട്ട് പോകല്ലേ? ഒരു വർക്കും എല്ലാവർക്കും കഴിച്ചു വെച്ചതാട്ടോ. ഇഞ്ചിന് മെക്കാനൊക്കെ ഉഷാറാണ്. അത് നമ്മൾ ഉഷാറായിട്ട് പറയലല്ലേ?
എന്നാ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത് 1,70,000 ആണ്. എന്തെങ്കിലും നെഗോഷ്യബിൾ കൊടുക്കാം. 1,70,000 അൾട്ടോ കേട്ടം കൊടുക്കാം, കുറച്ച് കൊടുക്കും. ഒരു 1-1.25 ലോണും കൊടുക്കാം. ലോൺ കയറും. ഒരു 14,000 മുടക്കിൽ വണ്ടി എടുക്കാം. 10 പോയിന്റിൽ എന്തായാലും മൈലേജ് കിട്ടും. മൈലേജ് സീരിയസ് ആണ്. ഓക്കെ. എന്നാ അടുത്ത വണ്ടി അൾട്ടോ 800 ആണല്ലോ 2012 മോഡൽ അൾട്ടോ 800. 12 അൾട്ടോ 800 ആണല്ലേ. KL 14 ആണല്ലേ. 6445. LXI ഓപ്ഷൻ വരുന്നത്. LXI എത്ര ഓടിക്കണമെന്നല്ലേ? ഇത് 1.10 ഓടിയിട്ടുണ്ട്. 1.10 ഓടിക്കണോ? എന്നാ ഓണർഷിപ്പ്? മൂന്നാമത്തത് നിലവിലുള്ളത്. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, മേജർ ഒന്നുമില്ല. ആ പരിപാടികളൊന്നുമില്ല. കുഴപ്പമില്ല, വൃത്തിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓടിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഓടിക്കാൻ ഉഷാറാണ്. സീറ്റുകാർ കാര്യങ്ങൾ അത് ചെയ്തു അല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആവറേജ് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ? ഇതിന് ചോദിക്കുന്നത് 1.65 ആണ്. 1.65 നെഗോഷ്യബിൾ കൊടുക്കട്ടോ. അതിൽ കുറച്ചും കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 1-1.25 ലോൺ കിട്ടും. മാക്സിമം കയറും. 30,000-40,000 മുടക്കിൽ വണ്ടി ഇറക്കും. ഒരുവിധം വണ്ടികളൊക്കെ 50,000 ചെറിയ കെട്ടുകൊണ്ടെന്നാലും ഒക്കെ ഇറക്കാം അല്ലെ? അതാണ് പറഞ്ഞല്ലേ. എന്നാ അടുത്ത വണ്ടിയല്ല അടിപൊളി Volkswagen പോളോ, വെള്ള കളറല്ലേ? 11 മോഡല് പോളോ ആണോ? 11 പോളാണ്. കംഫർട്ട് ലൈനോ? KL 11 കോഴിക്കോടാണല്ലേ? ഡീസൽ കേട്ടോ. ഡീസൽ വണ്ടി. കിലോമീറ്റർ എത്ര വന്നാല്? കിലോമീറ്റർ 1.32, മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള അല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, മേജർ ഒന്നുമില്ല. ഒരു പരിപാടിയില്ല, ഒന്നുമില്ല. ധൈര്യം പറയാലേ. നല്ല വൃത്തിയിലുണ്ടല്ലേ. ഇതിന് എഞ്ചിനും മെക്കാനിക്കാണ് ഉഷാറാണ്. ദമ്മാണല്ലേ? വിമാനം പോകുമ്പോൾ അങ്ങനെ പറന്നു പോകലേ. എത്ര പോളൊക്കെ ചോദിക്കുന്നുണ്ട്? ഇതിന് ചോദിക്കുന്നത് 2,20,000 കേട്ടോ. 11 മോളിൽ പോളക്ക് 2,20,000 ചോദിക്കുന്നുണ്ട്. അതിൽ കുറച്ചിട്ടാണ് കൊടുക്കും. കുറച്ച് കൊടുക്കാം. ഒരു 1.5 ഫിനാൻസും കൊടുക്കാം. 1.5 ലക്ഷം ലോൺ കയറും. ഒരു 10,000-50,000 മുടക്കിൽ വണ്ടി ഇറക്കാം. ധൈര്യമായിട്ട് പറയാലല്ലേ. ഡീസലാകുമ്പോൾ മൈലേജ് കിട്ടും. 18 കിലോമീറ്റർ മൈലേജും കിട്ടും. അത് ഉഷാറായിട്ട് പറയാം. അടുത്ത വണ്ടി വീണ്ടും പോളോ തന്നെ ആയിക്കോട്ടെ. 2013 മോഡൽ പോളോ. പോളോ സിൽവർ ആണല്ലേ? സിൽവർ കംഫർട്ട് ലൈൻ ആണ്. KL 41 ആണല്ലേ? ഡീസൽ വണ്ടിന്. എന്നാ കിലോമീറ്റർ? കിലോമീറ്റർ ഇത് 1 സംതിങ് ഓടിയിട്ടുണ്ട്. 1.31 ഓടിയിട്ടുണ്ടോ? 1.31. ഓണർഷിപ്പ് എത്ര ആണ്? ഓണർഷിപ്പ് 4th ആണ്. നിലവിലുള്ളല്ലേ? ഇതുമ്മ റീപ്ലേസ് ഉണ്ടോന്നാല്? ഇല്ല, ഒന്നുമില്ല. ആ പരിപാടികളൊന്നുമില്ല. 2028 മാർച്ച് വരെ പേപ്പറൊക്കെ ഉണ്ട്. അപ്പൊ നിലവിൽ എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലേ? എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണെന്നാല്? ഇതിന് ആസ്കണത് 3,20,000 ആണ്. 3,20,000 ആണ് ചോദിക്കുന്നത്. 3,20,000. അത് കുറച്ച് കൊടുക്കുമല്ലോ അല്ലേ? കുറച്ച് കൊടുക്കാം. നമുക്ക് ഒരു 2.5 ലോണും കൊടുക്കാം. 2.5 ലക്ഷം ലോണും കയറും. എന്തായാലും ഒരു 19,000 മുടക്കില് 60,000 മുടക്കില് വണ്ടി ഇറക്കാല്ലേ? ഡീസലിന് തന്നെ 10 രൂപ മൈലേജ്. എല്ലാം സെയിം ആണല്ലോ? അടുത്ത വണ്ടി ഹോണ്ട അമേസിലെ മൈലേജിന്റെ രാജാവ്. മൈലേജിന്റെ ഉണ്ടാന്ന് പറയാല്ലേ? 2013 മോഡൽ 2028 വരെ പേപ്പറുള്ള ഡീസൽ വണ്ടി കേട്ടോ. ഡീസൽ വണ്ടി. ഇത് ഓപ്ഷൻ എസ് ഓപ്ഷൻ ആണല്ലേ? ഓടിക്കണ്ട എത്ര? ഓട്ടം 92,000 കിലോമീറ്റർ. സെക്കൻഡ് ആർ സീറ്റോ നിലവിലുള്ളല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള മൈലേജ് ഉള്ള വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട്. എല്ലാം കൊണ്ട് ഉഷാറാണല്ലേ? ഡോർ തന്നപ്പോ ലൈറ്റ് എത്തില്ലേ? സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ഓടിക്കാനും മെക്കാനിക്കലൊക്കെ അടിപൊളിയാണ്. മെക്കാനിക് ഇന്ത്യയിലൊക്കെ ഉഷാറാണല്ലേ? പാർട്ടിക്കാരായിട്ട് പണിയ കാര്യങ്ങളൊന്നുമില്ല. ഓടിച്ചാൽ മതി. അത്ര മാത്രമേ ഉള്ളൂ അല്ലേ? മുമ്പിൽ നീല ലൈറ്റ് ഉണ്ട്, ബാക്കിൽ ചുവപ്പ് ലൈറ്റ് ഉണ്ട്. ഡീസലാണെങ്കിൽ മൈലേജും ഉണ്ട്. എടുക്കുന്നതൊക്കെ പണിയില്ല. അതാണ് എല്ലാം കൂടെ ഉഷാർ വണ്ടിയില്ലേ? എന്നാ ചോദിക്കുന്ന പറ്റി പറഞ്ഞു. ഇത് നമ്മള് 3.5 ലക്ഷം ചോദിക്കണത്. 3.5. അത് കുറച്ച് കൊടുക്കും. 3 ലക്ഷം ലോൺ കൊടുക്കാം. വെറും 14,000 മുടക്കിൽ നമുക്ക് വണ്ടി എടുക്കാം. 5354 നമ്പർ ഉണ്ട്. ഫാൻസി നമ്പർ ഉണ്ടല്ലേ? KL 54 ആണ്. ഈ ആണ് 5354. ഒക്കെ 4 മതി. എന്നാ ചെറുക്കായി. എന്നാ അടുത്ത വണ്ടിയല്ല അടിപൊളി ലിവ ഫുൾ ഓൺ 2016 മോഡൽ പെട്രോൾ. ഫുൾ ഓൺ ലിവ കൊടുക്കും. പെട്രോൾ വണ്ടി 2016 3.10 കൊടുക്കും. 16 മോഡലല്ലേ? ഇത് ഓപ്ഷനാ വരുന്നതല്ലേ? ഓപ്ഷന് വീഡിയോ ഓപ്ഷൻ ജി ഓപ്ഷൻ വരുന്നുണ്ട്. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ മീറ്റർ കംപ്ലൈന്റ് ആണ്. കാണില്ല. 4th ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. റീപ്ലേസുകൾ ഉണ്ടോ? റീപ്ലേസ് ഗ്ലാസ് ഉണ്ട്. റീരജിസ്റ്റേർഡ് വണ്ടിയാണ് കേട്ടോ. റീവന്റ് ആണ്. മെയിൻ ഗ്ലാസ് മാറി. ഹരിയാന വണ്ടി ഇപ്പൊ കേരള ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണല്ലേ? കേരള നമ്പറായ വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ ഉഷാറാണല്ലോ അല്ലേ? പെട്രോൾ വണ്ടിയാണ് അല്ലേ? പെട്രോൾ വണ്ടി. നല്ല മൈലേജ് കിട്ടുമോ? ഒരു 14 കിലോമീറ്റർ മൈലേജ് ഉദ്ദേശിച്ചാൽ മതി. 15-ന്റെ ഉള്ളിൽ കിട്ടും. കംപ്ലൈൻസ് കുറവേക്കാരം അല്ലേ? ചെറിയ മുടക്കിലും ഇങ്ങനെ കൊണ്ടുവരാം. ചോദിക്കണം എത്ര തന്നെ? ഇതിന് 3,10,000 ചോദിക്കുന്നുണ്ട്. ഫുൾ ലോൺ കൊടുക്കാം. 3,10,000 ലീവ് കൊടുക്കുക. അത് ഫുൾ ലോൺ. ഓർക്കും മുടക്കും വേണ്ട. അതാ കാര്യം. വരുമ്പോ പിന്നെ തീർച്ചയായും വൈകുന്നേരം കുറച്ച് കൊടുക്കും അല്ലെ? ലാഭം കുറഞ്ഞാലും വേണ്ട. വണ്ടി കൊടുക്കണം കൊടുക്കും. അതാണ്. അടുത്ത തന്നെ അടിപൊളി ബലേനാണല്ലോ? 2020 മോഡല് പെട്രോള് സീറ്റാണ്. പെട്രോൾ വണ്ടിയാണ് അല്ലേ?
എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ ഓടിക്കുന്നുണ്ട്. ആ സെക്കൻഡ് RC ട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ. എന്നാ റീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല, സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്, പേടിക്കാനേ ഇല്ല. ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് എടുത്താൽ മതി, അതാ ഗ്യാരണ്ടി ആണ്. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണമെന്നല്ലേ? ചോദിക്കുന്നത് 6 lakh ആണ്. 6 lakh 6 ലക്ഷം. അതില് കുറച്ചിട്ടാണ് കൊടുക്കാൻ പോസിബിൾ ആണ്. നമുക്കൊരു 5.5 ലോണും കൊടുക്കാം. 5 ലോണും കയറും. 50,000 നമുക്ക് വണ്ടി 50,000 ചെറിയൊരു കെട്ടും കൊണ്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി നടക്കാം. ഒരുവിധം വണ്ടി മുഴുവൻ കൊണ്ടുപോകാം. എത്ര മൈലേജ് പെട്രോൾ ആകുമ്പോ? 16-17 മൈലേജ് കിട്ടും. എന്തായാലും മൈലേജും കിട്ടും, അത് നമ്മൾ ധൈര്യമായിട്ട് പറയും. അതെ. എന്നാ അടുത്ത വണ്ടി വീണ്ടും ലീവ് ആണല്ലോ. 2011 മോഡൽ സിംഗിൾ ഓണർ ഡീസൽ വണ്ടി കേട്ടോ. ഡീസൽ വണ്ടി 11 മോഡൽ അല്ലേ? ഇത് ഓപ്ഷൻ ആയിരുന്നു. ഓപ്ഷൻ GD SP ഉണ്ടോ? ഇല്ല. കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ 114 സിംഗിൾ RC ആണ്. റീരജിസ്റ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ളല്ലേ? റീരജിസ്റ്റർ ആണ്. നിങ്ങളെ പേർക്കും അറിയില്ല. റീ വണ്ടി ആണല്ലേ? റീപ്ലേസ് ഒരു പരിപാടി ചെല്ലല്ലേ? കുഴപ്പമില്ല, വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഡീസലാണ്. ചോദിക്കണ വില 2.5 ലക്ഷം കേട്ടോ. 2.5 ലക്ഷം 11 മോഡലിലെ ലീവൊക്കെ ചോദിക്കുന്നത്. അതില് കുറച്ചും കൊടുക്കും. കുറച്ച് കൊടുക്കാം. നമുക്കൊരു 1.5 ലോണും കൊടുക്കാം. 1.5 ലക്ഷം ലോണും കയറും. 20 കിലോമീറ്റർ സുഖമായിട്ട് മൈലേജ് ഇട്ടാണ്. ഡീസലിന് മൈലേജ് ഉണ്ടാവും അല്ലേ? കംപ്ലൈന്റ് കുറവേക്കാറല്ലേ? ഡ്രൈവറിനാണ് പൊതുവെ കമ്മിയാണല്ലേ? എന്നാ അടുത്തോണ്ട് അടിപൊളി വർണ്ണാണത്. 2012 മോഡൽ സിംഗിൾ ഓണർ വർണ്ണ നല്ല നീളം വൃത്തിയുള്ള വണ്ടില്ലേ? 5 സ്റ്റെപ്പിനടുക്ക് 5 പുത്തൻ ടയർ. KL 11 കോഴിക്കോടില്ലേ? സർവീസ് ഉള്ള വണ്ടിയാണ്. 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. ഓടിക്കണോ? ഇസ്റ്ററുണ്ടപ്പോ? ഇസ്റ്ററുള്ള വണ്ടിയാണ്. സിംഗിൾ RC സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ഇത് ഓപ്ഷൻ ഏതുണ്ട്? ഇത് എസ് ഓപ്ഷൻ ആണല്ലേ? എന്നാ എത്രയാണ് ഈ നല്ലൊരു മുതലിന് ചോദിക്കുന്നത്? ചോദിക്കുന്നത് 3,10,000 ആണ്. 3.10 ഈ വലിയ വണ്ടിക്ക് 2.5 ലക്ഷം ലോൺ കൊടുക്കാം. 2 ലക്ഷം ലോണും കയറും. വെറും 19,000 മുടക്കില് വണ്ടി ഇറക്കും ചെയ്യാം. പിന്നെ കുറക്കല് വേറെ ഉണ്ട്. എല്ലാം കൊണ്ട് ഉഷാറല്ലേ? ഇത് ഡീസലാകുമ്പോ എത്ര മൈലേജ് കിട്ടും? 18 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. മൈലേജ് എന്തായാലും ഉണ്ട്. അത് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ അല്ലേ? ആൾക്കാരെല്ലാം ഡെലിവറി ചെയ്ത് കൊടുക്കൂലേ? അടുത്ത വണ്ടി അൾട്ടീസ് ആണല്ലോ, ന്യൂ ഷേപ്പ്. അൾട്ടീസ് 2014 മോഡൽ നമ്പറായ വണ്ടി കേട്ടോ. 14 കേരള നമ്പറായ വണ്ടി. ജെ ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഡീസൽ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1.68 മീറ്റർ കാണുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയാണോ? 3ാമത്തെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി തന്നെയാണല്ലോ. സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണമെന്നാല്? ചോദിക്കണത് 6,30,000 കേട്ടോ. 6.30. അതില് കുറച്ച് കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ ലോൺ നമുക്കൊരു 5 lakh കൊടുക്കാം. 5 lakh ലോൺ കയറും. ഒരു 1 ലക്ഷം മുടക്കിൽ ഇറങ്ങുമോ? നോക്കല്ലേ? പ്രൊഫൈൽ ഉഷാറായ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഡീസലാ മാത്രം മൈലേജ് കിട്ടും. 18 കിലോമീറ്റർ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. അടുത്ത വണ്ടി വീണ്ടും വോക്സ് വാഗന്റെ വെന്റോ ആണത്. വെന്റോ നീളം കൂടി ഉണ്ട് അല്ലേ? 2014 വണ്ടി. 14. ഇത് ഓപ്ഷൻ അതിന്റെ? അത് ഹൈലൈൻ ഫുൾ ഓപ്ഷൻ. ഹൈലൈൻ ഫുൾ ഓപ്ഷൻ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 60,000 ഓടിക്കുന്നുണ്ട്. ഹിസ്റ്റർ ഉണ്ടെന്നാല്? ഹിസ്റ്റർ ഇല്ല. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് 3ാമത്തെ നിലവിലുള്ള അല്ലേ? റീപ്ലേസുകളുടെ ഇല്ല, മേജർ ഒന്നുമില്ല കേട്ടോ. ആ പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണമെന്നാല്? ചോദ്യം 3,50,000. 3 ലക്ഷം രൂപയ്ക്ക് വോക്സ് വാഗന്റെ വെന്റിന് കൊടുക്കാം അല്ലേ? അത് വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 2.5 ലക്ഷം ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ഒരു 60,000 മുടക്കിൽ ഇറങ്ങും. 18 രൂപ മൈലേജ് ഇട്ടുണ്ട് കേട്ടോ. 18 രൂപ മൈലേജും കിട്ടും. ഡീസൽ നല്ല മൈലേജിലാണ്. ലക്ഷറി ലുക്കിൽ സെഡാ വണ്ടിയിൽ പോകാല്ലേ? ഒരു 50,000 മുടക്കിൽ ഇറങ്ങും. നോക്കാം. അടുത്ത വണ്ടി വോക്സ് വാഗന്റെ ജെറ്റ് ആണല്ലേ? കാണാത്ത വണ്ടി അല്ലേ? എങ്ങനെ മോഡൽ വരുന്നല്ലേ? 2011 വണ്ടി. 11 മോഡലുണ്ടല്ലേ? അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ? ഇത് ഇഞ്ചിന് വെക്കാനൊക്കെ ഉഷാറാണ്. ഇത് ഓപ്ഷൻ ഫുൾ ഓപ്ഷനാ? ഹൈലൈൻ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1.66 ഓടിയുണ്ട്. ഇത് കേരള വണ്ടി അല്ലല്ലോ? കേരള. കേരള. നല്ല ലുക്കല്ലേ? ലക്ഷറി ലുക്കാണ് എന്തായാലും. മെക്കാനിക്കൽ ഫിറ്റ് ആട്ടോ. ഇഞ്ചിന് മെക്കാനിക് ഉഷാറാണ്. എല്ലാം കൊണ്ട് ഉഷാറല്ലേ? ഓണർഷിപ്പ് ഉണ്ടോ? ഓണർഷിപ്പ് 8ാമതാണോ നിലവിലുള്ളല്ലേ? റീപ്ലേസ് ചെയ്യാനോ? ആ പരിപാടി ഒന്നുമില്ല.
എന്നാ ജെറ്റൊക്കെ എത്ര ആയിട്ടുണ്ട്? 2 lakh 2 ലക്ഷം റുപ്യക്ക് വോക്സ് വാഗൺ ജെറ്റ് 11 മുകളിൽ കൊടുക്കാം. ലോൺ കയറിയുമ്പോ ലോൺ കിട്ടാൻ പ്രയാസമായിക്കല്ലേ? റെഡി പൈസ കൊണ്ടിറക്കുക, അല്ലെങ്കിൽ ചെറിയ മുടക്കണേ നോക്കിയിട്ട് സേർട്ട് ലോണൊക്കെ ചെയ്തും കൊടുക്കാം അല്ലെ? ആൾക്കാർ വന്ന മാക്സിമം ചെയ്ത് കൊടുക്കും. അതുപോലെ ഡീസൽ മാത്രം മൈലേജ് കിട്ടും. 15 കിലോമീറ്റർ മൈലേജ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് പോവാം. അടുത്ത വണ്ടി നാനോ അല്ലേ? ബ്ലൂ കളർ നാനോ 2015-16 വണ്ടി. 15 രജിസ്ട്രേഷൻ ആണല്ലേ? അപ്പൊ ടിസ്റ്റ് ആക്കാനോ? ഡിക്കി ഓപ്പൺ ഉള്ള വണ്ടി, ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർ 36,000 കിലോമീറ്റർ കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 36,000 ആ കൂടിയിട്ടുള്ളൂ. ആ ചെറിയ ലോ കിലോമീറ്റർ കൂടെ ഉണ്ടല്ലേ? തുരുമ്പും കാര്യങ്ങളൊന്നും ചെയ്യല്ലോ, നല്ല വൃത്തിലുണ്ടല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ? ഇതിന് ചോദിക്കണത് 1.25. 1,25,000 റുപ്യക്ക് നാനോ കൊടുക്കാൻ പറ്റും. ആ അത് ടിസ്റ്റ് ഡിക്ക് കോപ്പുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതിൽ വേണമെങ്കിൽ കുറച്ചും കൊടുക്കാലോ. റെഡി പൈസ ഒക്കെ ഇറക്കാനുള്ളൂ. ചെറിയ ലോണൊക്കെ നമുക്ക് സേർട്ട് ലോൺ ഞങ്ങൾ ചെയ്ത് കൊടുക്കും. നോക്കാം. ആ ആൾക്കാർ വന്നാൽ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കൂല. 20 മേലെ മൈലേജ് കിട്ടില്ലേ? മൈലേജ് കിട്ടും എന്തായാലും കിട്ടും അല്ലേ? ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണുന്ന മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം.